എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. LD ക്ലർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ മാത്സ് പാർട്ടാണ് ഇപ്പൊ നമ്മൾ പറയാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 5, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 55 ആയാൽ വൈയുടെ വില. ഇതിൽ 3 ക്വസ്റ്റ്യൻസ് അവർ ഡെലീറ്റ് ചെയ്തതാണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസേ ഉള്ളൂ. പക്ഷെ നമുക്ക് അത് വേഗത്തിൽ പറയാം. കാരണം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും നിങ്ങൾക്ക് വിട്ട് കളയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഈ 7 ക്വസ്റ്റ്യൻ ഉള്ളത് ആയാലും നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കൂടുതൽ വേണമെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ എന്താണ്, എക്സ് മൈനസ് വൈ തന്നിട്ടുണ്ട് അല്ലെ, 5 ആണെന്ന് തന്നിട്ടുണ്ട്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ തന്നിട്ടുണ്ട്, 55 ആണെന്ന്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ എഴുതാം, എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ആണ് ഇത് അല്ലെ. അത് 55 ആണ്. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, എക്സ് മൈനസ് വൈ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ 5 എന്ന് എഴുതാം അല്ലെ. അപ്പൊ എക്സ് പ്ലസ് വൈ കിട്ടുമോ, 55/5 ആവും അല്ലെ. ഈ 5നെ ഇങ്ങോട്ട് കൊടുന്ന 55/5 ആവും, അതായത് 11 ആണ്. അപ്പൊ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 11ഉം എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 5ഉം ആയാൽ വൈ നമുക്ക് കണ്ടുപിടിച്ചൂടെ. വൈ മാത്രം എടുക്കണം എന്ന് വിചാരിച്ചാൽ ഇത് മൈനസ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ വൈ മൈനസ് വൈ എന്ന് പറഞ്ഞാൽ എന്ത് വരും, 2y അല്ലെ. വൈ മൈനസ് മൈനസ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. വൈ പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 2y ഈക്വൽ ടു 11 മൈനസ് 5 എത്രയാണ്, 6. അപ്പൊ y എത്രയാണ്, 6/2. അത് എത്രയാണ്, 3. അപ്പൊ ഏതാണ് ആൻസർ, ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു മട്ടത്രികോണത്തിന്റെ കർണം 1.5 മീറ്ററും മറ്റൊരു വശം 1/2 മീറ്ററും ആയാൽ അതിന്റെ ചുറ്റളവ് എന്ത്. നോക്കൂ, ഒരു മട്ടത്രികോണം ഇങ്ങനെ തന്നിട്ടുണ്ട്. അതിന്റെ കർണാണ് നമുക്ക് തന്നിരിക്കണത് 1.5 എന്നുള്ളത്, 1.5 മീറ്റർ എന്നുള്ളത്. ഇനി ഒരു വശം 1/2 എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ മറ്റേ വശം എങ്ങനെ കണ്ടുപിടിക്കുക, കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ് അല്ലെ. അപ്പോ ലംബം സ്ക്വയർ കണ്ടുപിടിക്കാൻ, ലംബം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ അല്ലെ. 1.5 സ്ക്വയർ മൈനസ് 1/2 സ്ക്വയർ വരും. 1.5 സ്ക്വയർ എന്ന് പറയുന്നതിന്റെ വിഷമവിന്യാസം എങ്ങനെയാണ്, 1 × 2 + 1 3/2 ഹോൾ സ്ക്വയർ ആണ് വരിക അല്ലെ. ഇതെന്ത് വരും, 1/4 വരും അല്ലെ. അപ്പൊ ഇവിടെ 9/4 മൈനസ് 1/4 അതിന്റെ റൂട്ട്, അതായത് 9 മൈനസ് 1 എത്രയാണ്, 8. 8/4 എന്ന് പറഞ്ഞാൽ 2, റൂട്ട് 2. അവര് തന്നിട്ടുണ്ട് റൂട്ട് 2 എന്താന്നുള്ളത് 1.41 ആണ് ചേർക്കേണ്ടതെന്നുള്ളത്. അപ്പൊ ഏതാണ്, ഒരു വശം 1.41 കിട്ടി. ഇനി നമുക്ക് എന്താ കാണണ്ടേ, ചുറ്റളവ്. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 3 വശങ്ങളുടെയും തുക അല്ലെ, അതാണ് ചുറ്റളവ്. അപ്പൊ 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നമുക്കറിയാം, 0.5 ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ 0.5 ഇടുക. ഇനി 1.5 എന്ന് പറഞ്ഞാലോ 1ഉം 0.5ഉം, അപ്പൊ 1.5. അത് ഏതെങ്ങനെയാണ്, ഇനി ഇവിടെ ആഡ് ചെയ്താൽ മതി അല്ലെ, പ്ലസ് ചെയ്താൽ മതി. അപ്പൊ 1, 5 5 10 4 14, ബാക്കി 1 3, 3.41 സെന്റിമീറ്റർ എന്നുള്ളതാണ് ആൻസർ. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവര് ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സംഖ്യയും അതിന്റെ 3/5 ഭാഗവും തമ്മിലുള്ള വ്യത്യാസം 50 ആയാൽ സംഖ്യ ഏത്. അതായത് ഒരു സംഖ്യ എക്സ് എന്ന് വിചാരിച്ചോളൂ, അതിന്റെ 3/5 ഭാഗം എന്ന് പറഞ്ഞാൽ എക്സ് × 3/5 അല്ലെ. അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാലോ എക്സ് മൈനസ് എക്സ് × 3/5 ഈക്വൽ ടു 50. അപ്പൊ എക്സ് കണ്ടുപിടിച്ചൂടെ, എക്സ് ഇതിന്റെ രണ്ടെന്നും പുറത്തേക്ക് എടുത്താൽ എന്ത് വരും, എക്സ് × 1 - 3/5 എന്ന് പറയുന്നത് 50 ആണ് അല്ലെ. ഇതെന്ത് വരും, LCM 5 ആണ് അല്ലെ. അപ്പൊ ഇതില് 5/5 എന്ന് എഴുതൂടെ. അപ്പൊ 5 - 3 എത്രയാണ്, 2. 2/5. എക്സ് × 2/5 എന്ന് പറയുന്നത് 50 ആണ് വെച്ചെങ്കിൽ എക്സ് എന്ത് വരും, 50 × 5/2. അതെത്രയാണ്, 50 250ന്റെ പകുതി അല്ലെ. അപ്പൊ ഏതാണ് വരിക, 125. ആൻസർ ഏതാണ് വരിക, സി എന്നുള്ളതാണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ശശി ഒരു വസ്തു വാങ്ങിയപ്പോൾ അതിൽ രേഖപ്പെടുത്തിയതിനേക്കാൾ 30% കുറവ് ലഭിച്ചു. അയാൾ അത് 25% ലാഭത്തിൽ 8750 രൂപയ്ക്ക് വിറ്റാൽ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വില എന്ത്? അതായത് എക്സ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കുക. അപ്പോൾ 30% ലഭിച്ചു എന്ന് കുറവ് ലഭിച്ചു എന്ന് പറഞ്ഞാൽ 70% നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക അല്ലെ? എക്സിന്റെ 70% നമ്മൾ കൊടുത്തു. ഇനി എന്താ പറയണേ? അയാൾ അത് 25% ലാഭത്തിൽ, ഈ വാങ്ങിക്കുന്ന സാധനം 25% ലാഭത്തിൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ 125%-നാവും കൊടുത്തിട്ടുണ്ടാവുക അല്ലെ? അപ്പോ ഈ വിലയുടെ 125% അതെന്ന് പറയണതാണ് 8750 രൂപ. അപ്പൊ എക്സ് എങ്ങനെയാണ്? ഇതിനെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോവാ അല്ലെ? 8750 ഇൻറ്റു 100 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 125 ഇൻറ്റു 70. 25 5 പ്രാവശ്യം പോവും അല്ലെ? ഇതില് 4 പ്രാവശ്യം പോവും. ഇവിടെ 0 വെട്ടിക്കളഞ്ഞു. ഇനി ഇവിടെ 7, ഇത് 5, 20, 5 100 അപ്പൊ ഇവിടെ 7, ഈ 875-ല് 7 7, 17-ല് 7 14 അല്ലെ? 35-ല് 7 35. 125 ഇൻറ്റു 4 എത്രയാണ്? 500 500 ഇൻറ്റു 20 അത് എത്രയാണ്? 500 ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ 10,000 അല്ലെ? അപ്പൊ എ എന്നുള്ളതാണ് ആൻസർ. ഒറ്റ വഴിയിൽ നമുക്ക് ആൻസർ കിട്ടും, അല്ലാണ്ട് നമ്മൾ ആലോചിച്ചിരിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ഇട്ടെ? ഇത് വെട്ടിക്കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ഇട്ടെ. അല്ലെങ്കിൽ എക്സിന്റെ 70% അത് കാണുക, അത് കഴിഞ്ഞിട്ട് 125% അങ്ങനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇങ്ങനെ ഒറ്റ ട്രിപ്പിലെ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ ആൻസർ കിട്ടും. അപ്പോൾ എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മുകളിൽ തന്നിരിക്കുന്ന അക്ഷരമാല നിരയിൽ നിങ്ങളുടെ ഇടത്ത് നിന്ന് 15-ാമത്തേതായി വന്നിരിക്കുന്നത്, അതായത് നമ്മളുടെ ഇടത്ത് നിന്ന് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് നിന്നാണ് തുടങ്ങണത് അല്ലെ? അക്ഷരമാലയുടെ ഏറ്റവും നടുവിലുള്ളത് 13-ാമത്തെ എം ആണ്. 13 എം. അപ്പോ ഇനി എന്താണ്? 14 ഇത്, 15 ഓ ആണ് വരിക അല്ലെ? ഇനി 15-ാമത്തേതായി വന്നിരിക്കുന്ന അക്ഷരത്തിന്റെ വലതുവശത്ത്, അതായത് ഇങ്ങോട്ട് 8-ാമത്തെ അക്ഷരം 1 2 3 4 5 6 7 8 ഏതാണ് വരിക? W എന്നുള്ളതാണ് വരിക. അപ്പൊ ഡി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവര് ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒറ്റയാനെ കണ്ടെത്തുക. RNJ. ഇതിൽ നോക്കൂ, ഇതിലെങ്ങനെയാണ്? ജെ കഴിഞ്ഞ KLM കഴിഞ്ഞിട്ടുള്ളതാണ് N. OPQ കഴിഞ്ഞിട്ടുള്ളതാണ് R. കാരണം ഞാൻ എന്താണ് ഇങ്ങനെ എണ്ണണതാണ് നമുക്ക് സൗകര്യം അല്ലെ? ആറിന് മുന്നേ അങ്ങനെ പറഞ്ഞു എണ്ണണേക്കാട്ടും കൂടുതൽ വേഗത്തിൽ എണ്ണാൻ പറ്റിയതിനാണ് ജെ കഴിഞ്ഞ് KLM കഴിഞ്ഞ N. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണത്. P കഴിഞ്ഞ QRS, അത് കഴിഞ്ഞ T, UVW കഴിഞ്ഞ X. അപ്പൊ 3 എണ്ണാണ് മുന്നേ വരുന്നത് അല്ലെ? അപ്പൊ E കഴിഞ്ഞ FGH, I കഴിഞ്ഞ JKL, ഇതെല്ലാം ഒരേപോലെ തന്നെയാണ്. പക്ഷെ ഇത് നോക്കൂ, R കഴിഞ്ഞ STUV കഴിഞ്ഞിട്ടാണ് W. അപ്പൊ 4 എണ്ണം വന്നു. പിന്നെ XY കഴിഞ്ഞിട്ടാണ് Z. അപ്പൊ ഇതിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് ഏതാണ്? ഡി എന്നുള്ളതാണ്. അപ്പൊ ഏതാണ് ആൻസർ? ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 4 9 19 39 79 ഡാഷ്. ഇത് എങ്ങനെയാ ചെയ്യണേ? 4 ഇൻറ്റു 2 എത്രയാണ്? 8. 8 പ്ലസ് 1 എത്രയാണ്? 9. അതായത് ഇത് എന്ന് പറയുന്നത് 4 ഇൻറ്റു 2 പ്ലസ് 1. ഇതെന്ന് പറയുന്നതോ 19 എന്ന് പറയുന്നത് 9 ഇൻറ്റു 2 പ്ലസ് 1. 19 ഇൻറ്റു 2 പ്ലസ് 1 ആണ് 39. 39 ഇൻറ്റു 2 പ്ലസ് 1 ആണ് 79. അപ്പൊ ഇനി അടുത്തത് എന്ത് വരും? 79 ഇൻറ്റു 2 പ്ലസ് 1,
അത് എത്രയാണ്? 29 18 ബാക്കി 1 158 പ്ലസ് 1 159. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനും അവർ ഒഴിവാക്കിയതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.